എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഞ്ചി ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു പെസ്റ്റിസൈഡിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നതാണ് ചെറിയ ചെറിയ പ്രാണികൾ കൊണ്ടുള്ള ശല്യം, അതുപോലെ മീലി ബഗ്സ് ഇല്ലേ, വെള്ള പൊടി പോലെ, അതിൻ്റെ ശല്യമൊക്കെ ചെടികൾക്ക് ഉണ്ടാകുന്നു. അതിനെന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ പ്രത്യേകിച്ചും പുറത്ത് പോയിട്ടൊന്നും വാങ്ങിക്കാനൊന്നും പറ്റുന്നൊരവസ്ഥയല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കീടനാശിനി നമുക്ക് ഇഞ്ചി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇതിന് നമുക്ക് ഇഞ്ചി മാത്രമേ ആവശ്യമുള്ളൂ, ഒരുപാട് സംഭവങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് ഇഞ്ചി കഴുകി എടുത്തിട്ടുണ്ട്. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ഒരു 25 ഗ്രാമോളം വരും. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കണം. ഇതുപോലത്തെ ഒരു കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ആദ്യം തന്നെ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 250 ml, അതായത് ഒരു 1/4 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 25 ഗ്രാം ഇഞ്ചിക്ക് 250 ml വെള്ളം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി നമുക്കിത് ഒരു ദിവസം അടച്ചു വെക്കണം. അപ്പോൾ ഇഞ്ചിയുടെ ആ ഒരു ഫുൾ എക്സ്ട്രാക്റ്റും ഈ ഒരു വെള്ളത്തിലോട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് തിളപ്പിക്കുക. അപ്പോൾ നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ആ ദിവസം തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വയ്ക്കുകയെങ്കിലും ചെയ്യുക, അതായാലും മതി. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരു ദിവസം വയ്ക്കണം, അത്രയ്ക്കേ ഉള്ളൂ വ്യത്യാസം. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം ഇത് എടുക്കാം. പിറ്റേ ദിവസം നമുക്കിത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു കീടനാശിനിയാണ്. നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു വെള്ള പൊടി പോലെയുള്ള മീലി ബഗ്സിൻ്റെ ശല്യവും അതുപോലെ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യമൊക്കെ മാറ്റാനായിട്ട് ഇത് മതി. അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കീടനാശിനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ, അത്രയ്ക്കേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ പൂച്ചെടികൾക്ക് മാത്രമല്ല, നമുക്ക് വീടിൻ്റെ ഉള്ളിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഇലകൾക്കും ഒക്കെ എന്തെങ്കിലും കേടുപാടൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്കിത് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെയാണ് പച്ചക്കറികളുടെ ഇലകളൊക്കെ തിന്ന് നശിപ്പിക്കുന്ന കീടങ്ങളെ ഓടിക്കാനും ചെറിയ ചെറിയ പുഴുക്കളൊക്കെ പോകാനൊക്കെ ഇത് നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ അടിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് സ്പ്രേ ആക്കി കൊടുക്കുന്നത് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാ ചെടികൾക്കും തന്നെ ഇത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ, എന്നിട്ട് റിസൾട്ട് പറയുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഹാൻഡ് വാഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരത് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്